ആൻഡ് ഇന്ന് നമുക്ക് പ്രീമിയർ യൂസ് ചെയ്തിട്ട് സ്കിൻ ടോൺസ് എങ്ങനെ കറക്റ്റ് ചെയ്യണമെന്ന് നോക്കാം. ആൻഡ് ഓൾസോ നമ്മുടെ ഫേസിലുള്ള ചെറിയ മാർക്സ് ആൻഡ് പിമ്പിൾസ് എങ്ങനെ റിമൂവ് ചെയ്യണമെന്ന് നോക്കാം. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് ഫസ്റ്റ് നമുക്ക് വൈറ്റ് ബാലൻസ് കറക്റ്റ് ചെയ്യണം. സോ ഞാൻ ഇവിടെ വേവ് ഫോം ലൂമ ക്ലോസ് ചെയ്യുവാണ്, എന്നിട്ട് RGB പരേഡ് ഓപ്പൺ ചെയ്യുവാണ്. ആൻഡ് ബൈ ദ വേ ഇത് കളർ ഗ്രേഡിംഗ് സീരീസിന്റെ 11th എപ്പിസോഡാണ്. ഇതിനു മുമ്പുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിനുള്ള കാർഡ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ഈ വീഡിയോയിൽ നമ്മൾ RGB പരേഡ് ആൻഡ് വൈറ്റ് ബാലൻസ്, HSL സെക്കൻഡറി, കളർ വീൽസ് ഇതെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. സോ മുമ്പുള്ള വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് വീഡിയോയുടെ വൈറ്റ് ബാലൻസ് കറക്റ്റ് ചെയ്യാം. സോ ഞാൻ വീഡിയോ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ടെമ്പറേച്ചറും ടിന്നും യൂസ് ചെയ്തിട്ട് വൈറ്റ് ബാലൻസ് കറക്റ്റ് ചെയ്യുവാണ്. ഓക്കെ, ഞാൻ വീഡിയോയിൽ വൈറ്റ് ബാലൻസ് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ദിസ് ഈസ് ദ ബിഫോർ ആൻഡ് ദിസ് ഈസ് ദ ആഫ്റ്റർ. ബിഫോർ ആഫ്റ്റർ. ഇനി അടുത്ത സ്റ്റെപ്പ് ഫേസിലെ എക്സ്പോഷർ കറക്റ്റ് ചെയ്യണം. സോ ഞാൻ ഇവിടെ വേവ് ഫോം ഓപ്പൺ ചെയ്യുവാണ്, എന്നിട്ട് RGB പരേഡ് ക്ലോസ് ചെയ്യുവാണ്. ആൻഡ് ഇവിടെയാണ് നമ്മൾ ബ്യൂട്ടി സ്റ്റാൻഡേർഡിനെ കുറിച്ച് അറിയേണ്ടത്. ഇവിടെ IR സ്കെയിലിൽ വൈറ്റ് സ്കിൻ ഉള്ളവർക്ക് അറൌണ്ട് 70 ആണ് വാല്യൂ വരേണ്ടത്. ആൻഡ് ഡാർക്ക് സ്കിൻ ഉള്ളവർക്ക് ഏകദേശം 40 to 60 അറൌണ്ട് ആണ് വാല്യൂ വരേണ്ടത്. ഓക്കെ, ആൻഡ് ഇവിടെ നമുക്ക് എക്സ്പോഷർ കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ എഫക്ട് കൺട്രോളിൽ വന്നിട്ട് ഒപ്പാസിറ്റിയുടെ താഴെയുള്ള മാസ്കിംഗ് പെൻ ടൂൾ എടുത്തിട്ട് സ്കിന്നിൻ്റെ ഒരു ചെറിയ പോർഷൻ ഇതുപോലെ മാസ്ക് ചെയ്തെടുക്കുവാണ്. ആൻഡ് ഇവിടെ നോക്കുവാണെങ്കിൽ മനസ്സിലാവും എക്സ്പോഷറിൻ്റെ വാല്യൂ 60 70 ഇടയ്ക്കാണ് നിൽക്കുന്നത്. ആൻഡ് വീഡിയോയിലുള്ള മോഡലിൻ്റെ സ്കിൻ അത്ര വൈറ്റ് കളറല്ല. സോ ഞാൻ ഇവിടെ ലുമിട്രി കളറിൽ വന്നിട്ട് ഫസ്റ്റ് നമുക്ക് ഒപ്പാസിറ്റി ഇനേബിൾ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇവിടെ ലുമിട്രി കളറിൽ വന്നിട്ട് ഞാൻ ഇവിടെ ഹൈലൈറ്റ്സ് കുറച്ച് ഡിക്രീസ് ചെയ്യുവാണ്. അറൗണ്ട് ഒരു 60 ഞാൻ വാല്യൂ കൊടുക്കുവാണ്. ഓക്കെ, ഇനി നമുക്കിവിടെ ഒപ്പാസിറ്റിയിൽ വന്നിട്ട് ഒപ്പാസിറ്റി ഡിസേബിൾ ചെയ്ത് കൊടുക്കാം. ആൻഡ് ഹിയർ ഇസ് ദ ബിഫോർ ആൻഡ് ഹിയർ ഇസ് ദ ആഫ്റ്റർ. നമ്മൾ വൈറ്റ് ബാലൻസ് കറക്റ്റ് ചെയ്തു ആൻഡ് എക്സ്പോഷറും സെറ്റ് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് സ്കിൻ ടോൺ കറക്റ്റ് ചെയ്യണം. ആൻഡ് അതിന് മുമ്പ് ഞാൻ പുതിയൊരു ലുമിട്രി ക്രിയേറ്റ് ചെയ്യുവാണ്. സോ ഇവിടെ വന്നിട്ട് ഞാൻ പുതിയൊരു ലുമിട്രി ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അതിന് മുമ്പ് നമുക്ക് ഇതൊന്ന് റീനെയിം ചെയ്ത് കൊടുക്കാം. സോ ഞാൻ റീനെയിം സെലക്ട് ചെയ്തു, വൈറ്റ് ബാലൻസ് എന്ന് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് പുതിയൊരു ലുമിട്രി കളർ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ നെയിം സ്കിൻ ടോൺ എന്ന് കൊടുക്കാം. ആൻഡ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആണെങ്കിൽ മുമ്പുള്ള വീഡിയോസ് കണ്ടാൽ മതി, എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ആൻഡ് ഇനി നമുക്ക് സ്കിൻ ടോൺ മാത്രം മാസ്ക് ചെയ്യണം. ആൻഡ് അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് HSL സെക്കൻഡറി ആണ്. ആൻഡ് ഇവിടെ ഞാൻ ഐ ഡ്രോപ്പർ യൂസ് ചെയ്തിട്ട് സ്കിൻ ടോൺ മാത്രം ഇതുപോലെ മാസ്ക് ചെയ്തെടുക്കുവാണ്. ആൻഡ് ഇവിടെ നമുക്ക് ഗ്രേ ഓപ്പൺ ചെയ്യാം. സോ നമ്മൾ സെലക്ട് ചെയ്ത കളർ മാത്രം കാണാം. ഇനി നമുക്ക് ഹ്യൂ, സാച്ചുറേഷൻ, ലുമിനൻസി യൂസ് ചെയ്തിട്ട് നമുക്ക് വേണ്ട സ്കിൻ ടോൺ മാത്രം ഇതുപോലെ ഐസൊലേറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ കീ ചെയ്തെടുക്കാം. ഓക്കെ, ഞാൻ ഇവിടെ സ്കിൻ ടോൺസ് മാത്രം ഇതുപോലെ കീ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ നോക്കുവാണെങ്കിൽ മനസ്സിലാവും ബാക്ക്ഗ്രൗണ്ടിലും ആ ഒരു സെയിം കളർ വരുന്ന ഏരിയയൊക്കെ സെലക്ട് ആയിട്ടുണ്ട്. ആൻഡ് അത് റിമൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ എഫക്ട് കൺട്രോൾസിൽ വരുവാണ്. ദെൻ നമുക്ക് ലുമിട്രി കളറിൽ, രണ്ടാമത്തെ ലുമിട്രി കളറിൽ ഇവിടെ സ്കിൻ ടോൺസിൻ്റെ ലുമിട്രി കളറിലെ പെൻ ടൂൾ എടുത്തിട്ട് നമുക്ക് വേണ്ട ഏരിയ മാത്രം ഇതുപോലെ മാസ്ക് ചെയ്തെടുക്കാം. ദെൻ ഞാൻ ഇവിടെ ലുമിട്രി കളറിൽ വന്നിട്ട് തൽക്കാലത്തേക്ക് ഈ ഗ്രേ ഒന്ന് ഓഫ് ചെയ്തിടുവാണ്. ഇനി നമുക്ക് ഇഫക്ട് കൺട്രോൾസിൽ വന്നിട്ട് ഈ മാസ്ക് ട്രാക്ക് ചെയ്യണം, ബിക്കോസ് നമ്മുടെ വീഡിയോയ്ക്ക് മൂവ്മെൻ്റ് ഉണ്ട്. ഓക്കെ, ആൻഡ് ഫസ്റ്റ് ഞാൻ ഇവിടെ മാസ്ക് പാത്തിൽ ഒരു കീ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യുവാണ്. ദെൻ നമുക്ക് മാസ്ക് 1 സെലക്ട് ചെയ്യാം. ഇനി നമ്മുടെ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലേക്ക് വന്നിട്ട് മാസ്ക് 1 സെലക്ട് ചെയ്യുവാണ്. എന്നിട്ട് നമുക്കിതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ വീഡിയോയുടെ ലാസ്റ്റിലേക്ക് പോവുകയാണ്. ദെൻ നമുക്ക് മാസ്ക് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഫേസിൻ്റെ ഏരിയ മാത്രം മാസ്ക് ചെയ്താൽ മതി, ബാക്കി ഏരിയ ഒന്നും നമുക്ക് ആവശ്യമില്ല. ഓക്കെ, ഞാൻ ഇവിടെ മാസ്ക് ട്രാക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ലുമിട്രി കളറിലേക്ക് വന്നിട്ട് ഇവിടെ ഗ്രേ നമ്മൾ ഇനേബിൾ ചെയ്യുവാണെങ്കിൽ മനസ്സിലാവും നമ്മൾ ഈ സെലക്ട് ചെയ്ത ഏരിയയിൽ മാത്രമേ വന്നിട്ടുള്ളൂ. പുറത്തുള്ള ഏരിയയിലൊന്നും അഫക്റ്റ് ചെയ്യത്തില്ല. കാണിച്ചു തരാം. ഞാൻ ഇവിടെ വന്നിട്ട് കറക്ഷനിൽ വന്നിട്ട് കളർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഇതാണ് നമ്മുടെ ഫേസിൽ മാത്രമേ അത് അപ്ലൈ ആകത്തുള്ളൂ, വേറൊരു ഏരിയയിലും അത് അപ്ലൈ ആകത്തില്ല. ഓക്കെ, ഇനി നമുക്ക് സ്കിൻ ടോൺ കറക്റ്റ് ചെയ്യണം. അതിനു മുമ്പ് ഞാൻ ഇവിടെ ഒന്നുകൂടെ ഗ്രേ ഇവിടെ ഇനേബിൾ ചെയ്യുവാണ്. എന്നിട്ട് നമുക്ക് ഡിനോയ്സും ബ്ലറും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഡിനോയ്സിൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രീസ് ചെയ്യാം. ഡിനോയ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതുപോലെ ചെറിയ ചെറിയ ഡോട്ട്സ് കാണാം. ജസ്റ്റ് ഞാൻ നിങ്ങളതൊന്ന് സൂം ചെയ്ത് കാണിക്കാം. ആൻഡ് ഇവിടെയൊക്കെ ചെറിയ ചെറിയ ഡോട്ട്സ് കാണാം. അതെല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഡിനോയ്സ് യൂസ് ചെയ്യാം. അതുപോലെ ബ്ലർ യൂസ് ചെയ്ത് നമുക്ക് ചെറിയൊരു ഫെദർ അല്ലെങ്കിൽ ഒരു സ്മൂത്ത്നെസ് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ കുറച്ചുകൂടെ കഴിയുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. സോ ഞാൻ ബ്ലറിൻ്റെ വാല്യൂ കുറച്ച് ഇൻക്രീസ് ചെയ്യുവാണ്. ഓക്കെ, ഇനി നമുക്ക് സ്കിൻ ടോൺ കറക്റ്റ് ചെയ്യണം. സ്കിൻ ടോൺ കറക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് സ്കിന്നിന് എന്താ പ്രശ്നം നമ്മൾ കണ്ടുപിടിക്കണം. സോ ഫസ്റ്റ് ഞാൻ ഇവിടെ ഗ്രേ ഡിസേബിൾ ചെയ്യുവാണ്. ആൻഡ് സ്കിന്നിന് എന്താണ് പ്രോബ്ലം എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കിവിടെ വെട്രോസ്കോപ്പ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ആൻഡ് ഞാൻ ഇവിടെ വേവ് ഫോം ക്ലോസ് ചെയ്യുവാണ്. ഇനി നമുക്കിവിടെ എഫക്ട് കൺട്രോൾസിൽ വന്നിട്ട് സ്കിന്നിൻ്റെ ചെറിയൊരു പോർഷൻ നമുക്ക് മാസ്ക് ചെയ്തെടുക്കാം. ആൻഡ് ഒപ്പാസിറ്റി ഞാൻ എനേബിൾ ചെയ്യുവാണ്. നമുക്ക് ഈ മാസ്ക് ഡിലീറ്റ് ചെയ്യാം, ബിക്കോസ് നമ്മൾ വീഡിയോ മാറ്റിയതുകൊണ്ട് മാസ്ക് ഒന്ന് റിമൂവ് ആയിട്ടുണ്ട്. മാസ്കിൻ്റെ പൊസിഷൻ മാറിയിട്ടുണ്ട്. സോ ഞാൻ ഇത് ഡിലീറ്റ് ചെയ്തിട്ട് പെൻ ടൂൾ എടുത്തിട്ട് പുതിയൊരു മാസ്ക് ഏകദേശം ഈ ഒരു സ്കിന്നിൻ്റെ ഏരിയയിൽ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുവാണ്. ഓക്കെ, ആൻഡ് ഇവിടെ വെട്രോസ്കോപ്പിൽ നോക്കുമ്പോൾ ഇവിടെ നമുക്കൊരു ലൈൻ കാണാം. ആൻഡ് ഇതാണ് സ്കിൻ ടോൺ ലൈൻ. ആൻഡ് നമ്മുടെ സ്കിൻ കളർ വൈറ്റ് ആണെങ്കിലും ഡാർക്ക് ആണെങ്കിലും ഈ സ്കിൻ ടോൺ ലൈൻ്റെ നേരെ വേണം നമ്മുടെ സ്കിൻ ടോൺസ് വരാൻ വേണ്ടി. അതനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഏത് സ്കിൻ കളർ ആണെങ്കിലും കുഴപ്പമില്ല, എല്ലാവർക്കും സ്കിൻ ടോൺ ലൈൻ സെയിം ആണ്. ആൻഡ് ഇവിടെ നോക്കുവാണെങ്കിൽ മനസ്സിലാവും ഈ വീഡിയോയിൽ മോഡലിൻ്റെ സ്കിൻ ടോൺ കളർ ഏകദേശം യെല്ലോയുടെ അടുത്തോട്ടാണ് നിൽക്കുന്നത്. നമുക്ക് ഈ സ്കിൻ ടോൺ ലൈൻ്റെ നേരെ കൊണ്ടുവരണം. ഓക്കെ, സോ ഞാൻ ഇവിടെ ലുമിട്രി കളർ ഓപ്പൺ ചെയ്യുവാണ്. എന്നിട്ട് ഇവിടെ കറക്ഷനിൽ നമുക്ക് കളർ വീൽസ് ഓപ്പൺ ചെയ്യാം. ദെൻ നമുക്കിവിടെ മിഡ് ടോൺസിൽ ഏകദേശം റെഡിലേക്ക് ആക്കി കൊടുക്കാം. ബിക്കോസ് ഇവിടെ യെല്ലോയിലാണ് നിൽക്കുന്നത്, നമുക്ക് ഏകദേശം റെഡിലേക്ക് കൊണ്ടുവരണം.
എന്നിട്ട് നമുക്ക് സ്കിൻ ടോൺ ലൈൻ്റെ നേരെ വരുമ്പോൾ നിർത്തിയാൽ മതി. ഓക്കെ, സോ ഇവിടെ മിഡ് ടോൺസിൻ്റെ കളർ വീൽ ഞാൻ സെലക്ട് ചെയ്തിട്ട് ഏകദേശം റെഡിലേക്ക് കൊണ്ടുവരുവാണ്. ആൻഡ് ഇവിടെ സ്കിൻ ടോൺ ലൈൻ്റെ പാരലൽ ആയിട്ടുണ്ട്. സോ ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുവാണ്. ഇനി ഞാൻ ഇവിടെ എഫക്ട് കൺട്രോൾസിൽ വന്നിട്ട് മാസ്ക് ഡിലീറ്റ് ചെയ്ത് കൊടുക്കുവാണ്, അല്ലെങ്കിൽ ഇവിടെ ഒപ്പാസിറ്റി ഡിസേബിൾ ചെയ്ത് കൊടുത്താലും മതി. ഇനി നമ്മളിവിടെ ലുമിട്രി കളറിൽ വന്നിട്ട് ബിഫോർ ആൻഡ് ആഫ്റ്റർ നോക്കുവാണെങ്കിൽ മനസ്സിലാവും സ്കിൻ ടോൺസിൻ്റെ ചേഞ്ച്. ദിസ് ഈസ് ദ ബിഫോർ ആൻഡ് ദിസ് ഈസ് ദ ആഫ്റ്റർ. ബിഫോർ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു യെല്ലോയിഷ് ഗ്രീൻ കളറാണ് വരുന്നത്. ആൻഡ് നമ്മൾ ഇവിടെ HSL സെക്കൻഡറി യൂസ് ചെയ്ത് സ്കിൻ ടോൺ കറക്റ്റ് ചെയ്തപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു നാച്ചുറൽ ലുക്കിംഗ് സ്കിൻ ടോൺ ഇവിടെ കിട്ടിയിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് നമ്മൾ പ്രീമിയർ യൂസ് ചെയ്തിട്ട് സ്കിൻ ടോൺസ് കറക്റ്റ് ചെയ്യുന്നത്. ആൻഡ് നമ്മുടെ കളർ ഗ്രേഡിംഗ് എത്ര നല്ലതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, സ്കിൻ ടോൺസ് ബാഡ് ആണെങ്കിൽ നമ്മുടെ വീഡിയോയെ കംപ്ലീറ്റ് ആയിട്ട് അത് ബാധിക്കും. സോ സ്കിൻ ടോൺസ് ഇങ്ങനെ നമുക്ക് പ്രീമിയർ യൂസ് ചെയ്ത് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് ഇനി നമുക്ക് പ്രീമിയർ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഫേസിലുള്ള മാർക്കേഴ്സ് ആൻഡ് പിമ്പിൾസ് ഒക്കെ എങ്ങനെ റിമൂവ് ചെയ്യണമെന്ന് നോക്കാം. ആൻഡ് ഇവിടെ ഞാൻ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. ഈ വീഡിയോ സൂം ചെയ്ത് നോക്കുവാണെങ്കിൽ മനസ്സിലാവും ഇവിടെ ചെറിയൊരു പിമ്പിൾ ഉണ്ട്. ഇത് നമുക്ക് റിമൂവ് ചെയ്യണം. ആൻഡ് പിമ്പിൾ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എഫക്റ്റാണ്, എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള എഫക്റ്റാണ് ഗോഷ്യൻ ബ്ലർ. അത് നമുക്ക് ഡ്രാഗ് ചെയ്ത് വീഡിയോയിലേക്ക് കൊണ്ടിടാം. ആൻഡ് ഗോഷ്യൻ ബ്ലർ ഒരു സിമ്പിൾ എഫക്റ്റ് ആണെങ്കിലും ഇത് യൂസ് ചെയ്ത് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ആൻഡ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടി ഇത് ഈ വീഡിയോ കണ്ടാൽ മതി. ഓക്കെ, ഇനി നമുക്ക് ഈ പിമ്പിൾ റിമൂവ് ചെയ്യണം. സോ ഞാൻ ഇവിടെ ഗോഷ്യൻ ബ്ലറിൻ്റെ താഴെയുള്ള മാസ്കിംഗ് ടൂൾ എടുക്കുവാണ്. എനിക്കിവിടെ മാസ്ക് ചെയ്യാൻ വേണ്ടി കുറച്ചുകൂടെ എളുപ്പം എലിപ്സ് ടൂളാണ്. സോ ഞാൻ ഇവിടെ എലിപ്സ് ടൂൾ സെലക്ട് ചെയ്യുവാണ്. എന്നിട്ട് നമുക്ക് റിമൂവ് ചെയ്യേണ്ട പോർഷൻ്റെ മുകളിലേക്ക് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. ആൻഡ് ഞാൻ തൽക്കാലത്തേക്ക് ഫെദറിൻ്റെ വാല്യൂ 0 കൊടുക്കുവാണ്. പിന്നീട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ട്രാക്ക് ചെയ്യാം. ഞാൻ ഇപ്പം ഓട്ടോ ട്രാക്ക് ചെയ്യാൻ നോക്കുവാണ്. കിട്ടുവാണെങ്കിൽ നല്ലതാണ്, നമുക്ക് നോക്കാൻ കിട്ടുമോയെന്ന്. അല്ലെങ്കിൽ നമുക്ക് മാനുവലായിട്ട് ട്രാക്ക് ചെയ്യാം. സോ ഞാൻ ഇവിടെ ഫസ്റ്റ് ഫ്രെയിമിൽ കൊണ്ട് പ്ലേ ഹെഡ് വെച്ചിട്ട് മുമ്പോട്ട് ട്രാക്ക് ചെയ്യുവാണ്. ആൻഡ് ഇവിടെ ട്രാക്കിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ടോയെന്ന്. യെസ്, ഏകദേശം കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പോർഷനൊക്കെ ആയപ്പോഴത്തേന് ഏകദേശം മാസ്ക് മുകളിലേക്ക് പോയിട്ടുണ്ട്. എവിടെ നിന്നാണ് നമുക്ക് പോയെന്ന് നോക്കാം. ഏകദേശം ഇവിടുന്ന് മാസ്കിൻ്റെ പൊസിഷൻ കുറച്ച് മേലേക്ക് പോയിട്ടുണ്ട്. സോ ഞാൻ ഇവിടെ എഫക്ട് കൺട്രോൾസിലേക്ക് വന്നിട്ട് ഇതിന് മുമ്പോട്ടുള്ള എല്ലാ കീ ഫ്രെയിമും സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യുവാണ്. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് കീ ഫ്രെയിമിലേക്ക് പോയിട്ട് നമുക്ക് ഈ മാസ്കിൻ്റെ പൊസിഷൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഏകദേശം പിമ്പിൾ സെൻറ്ററിൽ വരുന്ന രീതിയിൽ കൊടുക്കാം. എന്നിട്ട് നമുക്ക് മുമ്പോട്ട് ഒന്നുകൂടെ ട്രാക്ക് ചെയ്യാം. ആൻഡ് എനിക്കിവിടെ കുഴപ്പമില്ലാത്ത റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. സോ ഞാൻ ഇവിടെ മാനുവലായിട്ട് ട്രാക്ക് ചെയ്യുന്നില്ല. ആൻഡ് നിങ്ങൾക്ക് ഓട്ടോ ട്രാക്ക് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഇവിടെ മാനുവലായിട്ട് മാസ്ക് ഭാഗത്ത് കീ ഫ്രെയിം ചെയ്ത് ട്രാക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് പിമ്പിൾ റിമൂവ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒരു കാര്യം ചെയ്താൽ മതി. ഇവിടെ ബ്ലറിൽ വന്നിട്ട് ബ്ലറിൻ്റെ വാല്യൂ ഒന്ന് കുറച്ച് ഇൻക്രീസ് ചെയ്ത് കൊടുത്താൽ മതി. എനിക്കിവിടെ 15 കൊടുത്തപ്പോൾ റിമൂവ് ആയിട്ടുണ്ട്. ആൻഡ് ഹിയർ ഇസ് ദ ബിഫോർ ആൻഡ് ഹിയർ ഇസ് ദ ആഫ്റ്റർ. സോ ബിഫോർ ആൻഡ് ആഫ്റ്റർ. ആൻഡ് ഇതുപോലെ നമുക്ക് ചെറിയ പിമ്പിൾസ് ആൻഡ് ചെറിയ മാർക്കൊക്കെ നമുക്ക് ഗോഷ്യൻ ബ്ലർ യൂസ് ചെയ്ത് റിമൂവ് ചെയ്യാം. ആൻഡ് വലിയ മാർക്കൊക്കെ ആണെങ്കിൽ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗോഷ്യൻ ബ്ലർ ആയിട്ടിരിക്കുന്ന പാട് നമുക്ക് കാണാൻ പറ്റും. സോ ചെറിയ മാർക്കുകളും പിമ്പിൾസ് ഒക്കെ നമുക്ക് ഈ ട്രിക്ക് യൂസ് ചെയ്ത് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ വേറെ ഏതെങ്കിലും ഒരു മാർക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വീഡിയോ സെലക്ട് ചെയ്യുക. അതിലേക്ക് വീണ്ടും ഗോഷ്യൻ ബ്ലർ ഇഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് മുമ്പ് ചെയ്ത പോലെ തന്നെ മാസ്ക് ചെയ്യുക. ദെൻ അത് ട്രാക്ക് ചെയ്തിട്ട് ബ്ലറിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് കൊടുത്താൽ മതി. ആൻഡ് വീണ്ടും നിങ്ങൾക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ വീണ്ടും ഗോഷ്യൻ ബ്ലർ ഇഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ആൻഡ് നമ്മൾ കുറച്ച് മുമ്പ് ചെയ്ത പോലെ തന്നെ വീണ്ടും നമ്മൾ മാസ്ക് ക്രിയേറ്റ് ചെയ്തിട്ട് ബ്ലർ വാല്യൂ ഇൻക്രീസ് ചെയ്ത് കൊടുത്താൽ മതി. ആൻഡ് ഇങ്ങനെയാണ് നമ്മൾ പ്രീമിയർ യൂസ് ചെയ്തിട്ട് മാർക്ക് ആൻഡ് പിമ്പിൾസ് റിമൂവ് ചെയ്യുന്നത്. സോ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ സ്കിൻ ടോൺസ് കറക്റ്റ് ചെയ്യുന്നതും മാർക്ക് റിമൂവ് ചെയ്യുന്നതും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായെന്ന് കരുതുന്നു. ആൻഡ് അടുത്ത എപ്പിസോഡ് കാണാൻ വേണ്ടി ലെഫ്റ്റ് സൈഡിൽ വന്നിരിക്കുന്ന വീഡിയോ കണ്ടാൽ മതി. ആൻഡ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ആൻഡ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.